فما لكم في المنافقين فئتين والله أركسهم بما كسبوا أتريدون أن تهدوا من أضل الله ومن يضلل الله فلن تجد له سبيلا فما لكم നിങ്ങൾക്കെന്ത് പറ്റി ഫിൽ മുനാഫിഖീൻ കപടവിശ്വാസികളുടെ വിഷയത്തിൽ ഫിഅതൈനി രണ്ട് വിഭാഗമാകാൻ നിങ്ങൾക്കെന്ത് പറ്റി വല്ലാഹു അർകസഹും അല്ലാഹു ആണ് അവരെ തിരിച്ചുവിട്ടത് ബിമാ കസബു അവരുടെ പ്രവർത്തനങ്ങൾ കാരണമായി അതുരീദൂ നിങ്ങൾ ഉദ്ദേശിക്കുന്നു അൻ തഹ്ദു സന്മാർഗത്തിലാക്കാൻ മൻ അദല്ലല്ലാഹ് അല്ലാഹു വഴികെടുത്തിയവരെ സന്മാർഗത്തിലാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു വമൻ യുദ്ലിലില്ലാഹ് ആരെങ്കിലും അല്ലാഹു വഴികെടുത്തിയാൽ ഫലൻ തജിദ ലഹു സബീലാ അവരെ നന്നാക്കാൻ നിങ്ങൾ ഒരു വഴിയും എത്തിക്കുന്നതല്ല. ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലത്തെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളാണുള്ളത്. ഒരു കൂട്ടം മഹാന്മാർ പറയുന്നു ഇസ്ലാമിന്റെ ആരംഭ കാലഘട്ടത്തിൽ മക്ക മുക്കറമയിൽ നിന്നും മദീന മുനവ്വറയിലേക്ക് ഹിജ്റ ചെയ്യൽ നിർബന്ധമായിരുന്നു. എന്നാൽ ഒരു കൂട്ടം ആളുകൾ കപടവിശ്വാസം കാരണം ഹിജ്റ ചെയ്തതുമില്ല, മറ്റുള്ളവരെ ഹിജ്റയിൽ നിന്നും തടയുകയും ചെയ്തു. ഇവരുടെ വിഷയത്തിൽ സഹാബികൾക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ടായി. ഒരു കൂട്ടം സഹാബികൾ ഇങ്ങനെയുള്ള ആളുകൾ കപടവിശ്വാസികളാണെന്ന് പ്രഖ്യാപിക്കണം, വേറൊരു കൂട്ടം സഹാബികൾ അങ്ങനെ പ്രഖ്യാപിക്കേണ്ടതില്ല, അവര് മുസ്ലിമായി തന്നെ കാണണം എന്ന അഭിപ്രായമുണ്ടായി. ഇതിനെ തുടർന്നാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് ഒരു കൂട്ടം മഹാന്മാര് പറയുന്നു. വേറൊരു കൂട്ടം മുഫസ്സിറുകൾ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നതിനു ശേഷം ജിഹാദ് നിർബന്ധമായി, പ്രത്യേകിച്ചും ശത്രുക്കൾ വന്നാൽ അവരെ പ്രതിരോധിക്കൽ നിർബന്ധമായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്ന ശത്രുക്കളെ നേരിടുന്നതിന് ഉഹദിലേക്ക് പോയി. ഉഹദിലേക്ക് വന്ന ആളുകളിൽ ഒരു വിഭാഗം ആളുകൾ മുനാഫിക്കുകൾ അവർ മടങ്ങി വന്നു, പോരാട്ടത്തിൽ പങ്കെടുക്കാതെ. ഇവർ മുസ്ലിമീങ്ങളാണോ മുനാഫിക്കീങ്ങളാണോ, ഇവരോട് എന്ത് സമീപനം വേണം എന്ന വിഷയത്തിലും സഹാബികൾക്ക് ഭിന്നതയുണ്ടായി. ഈ സമയത്ത് അവതരിച്ച ആയത്താണത്. എങ്കിലും നമ്മളുമായി ഈ ആയത്തിന്റെ വലിയ ബന്ധം, പൊതുവായ എന്തെങ്കിലും കാര്യം കൽപ്പിക്കപ്പെട്ടാൽ അതിൽ നിന്നും ന്യായമായ കാരണമൊന്നുമില്ലാതെ മാറി നിൽക്കുന്നവരോട് നമുക്ക് അടുപ്പമോ ബന്ധമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഉദാഹരണത്തിന്, നമസ്കരിക്കാൻ വിളിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ മസ്ജിദുകൾ വന്ന് ജമാഅത്തായി നമസ്കരിക്കണമെന്നത് പൊതുവായ കൽപ്പനയാണ്. ഭൂരിഭാഗം മഹാന്മാരും അത് നിർബന്ധമാണെന്ന് പറയുന്നു. ആരെങ്കിലും അതിൽ വന്ന് പങ്കെടുക്കുന്നില്ലെന്ന് മാത്രമല്ല, അതിനെ നിസ്സാരമായി കാണുകയും മറ്റു കാര്യങ്ങളിൽ അവർ ഓടി നടന്ന് വലിയ താൽപര്യമെല്ലാം കാട്ടുകയും ചെയ്യുന്നു. ഇവരോടുള്ള ബന്ധത്തിൽ തികഞ്ഞ സൂക്ഷ്മത വേണം. فما لكم في المنافقين فئتين والله أركسهم بما كسبوا കപടവിശ്വാസികളുടെ വിഷയത്തിൽ
നിങ്ങൾ എന്തുകൊണ്ടാണ് രണ്ട് വിഭാഗമായി മാറിയത്? വല്ലാഹു അർകസഹും ബിമാ കസബു, അവരുടെ ദുഷ്പ്രവർത്തനങ്ങൾ കാരണം അല്ലാഹുവാണ് അവരെ സന്മാർഗത്തിൽ നിന്നും തിരിച്ചുവിട്ടിരിക്കുന്നത്. വളരെ പേടിക്കേണ്ട ഒരു വചനമാണ്. അല്ലാഹു തആല ആരെയും നിർബന്ധിച്ച് സന്മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നതല്ല. അതുപോലെ ആരെയും കാരണമൊന്നുമില്ലാതെ ദുർമാർഗത്തിലേക്ക് തള്ളിവിടുന്നതുമല്ല. സന്മാർഗത്തെ ആഗ്രഹിച്ച് നന്നാകണമെന്ന് ആഗ്രഹിച്ച് ആരെല്ലാം വരുമോ അല്ലാഹു അവരെയെല്ലാം അനുഗ്രഹിക്കും, സഹായിക്കും, ഉന്നതങ്ങളിലേക്ക് ഉയർത്തും. അതുപോലെ ആരെല്ലാം ദുർമാർഗത്തിൽ തന്നെ കിടക്കണമെന്ന് വാശി പിടിക്കുന്നു, എന്നോട് ആരും പരിശ്രമിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എന്റെ ഈ ദുസ്വഭാവം മാറ്റുകയില്ല എന്ന് വാശി പിടിക്കുന്നു, അവരെ അല്ലാഹു തആല കൂടുതൽ ദുർമാർഗത്തിലേക്ക് തള്ളിവിടും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ അരുളി, ആരെങ്കിലും ദുർമാർഗത്തിൽ കഴിയുകയും അതിനോടുകൂടി അവന് വലിയ സുഖസന്തോഷങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടാൽ നിങ്ങൾ ഒരിക്കലും അതുപോലെ ആകണമെന്ന് ആഗ്രഹിക്കരുത്. കള്ളത്തരങ്ങൾ കാണിക്കുന്നു, കൊള്ളകൾ കാണിക്കുന്നു, തിന്മകൾ പ്രവർത്തിക്കുന്നു, വലിയ സുഖവും സൗകര്യവും ലഭിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ അതുപോലെ ആകണമെന്ന് ആഗ്രഹിക്കരുത്. അവരെവിടെ പോയി വീഴാനുള്ളതാണെന്ന് ആർക്കും അറിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. فما لكم في المنافقين فئتين والله أركسهم بما كسبوا أتريدون أن تهدوا من أضل الله അല്ലാഹു വഴികെടുത്തിയവരെ സന്മാർഗത്തിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണോ? അല്ലാഹു ആരെയെങ്കിലും ദുർമാർഗത്തിലാക്കി വഴികെടുത്തി അവരെ നിങ്ങൾ സന്മാർഗത്തിലാക്കാൻ ആഗ്രഹിക്കുകയാണോ? ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇതിന്റെ അർത്ഥം ആരെങ്കിലും തിന്മയുടെ വഴിയിൽ പോയി അവരെ വിഷയത്തിൽ യാതൊരു ചിന്തയും പരിശ്രമവും വേണ്ട എന്നല്ല ഇതിന്റെ അർത്ഥം. തിന്മകളുമായി ബന്ധപ്പെട്ടവർ രണ്ട് വിഭാഗമാണ്. ഒന്ന്, ആരെങ്കിലും സാഹചര്യത്തിന്റെ പ്രേരണ കാരണം അല്ലെങ്കിൽ മനസ്സിന്റെ തള്ളല് കാരണം തിന്മയുമായി ബന്ധപ്പെട്ടു പോയി മദ്യപാനത്തിൽ കഴിയുന്നു, അല്ലെങ്കിൽ നമസ്കാരം ഉപേക്ഷിക്കുന്നു. അവരിൽ നിർബന്ധമാണ് നന്മ ഉപദേശിക്കാൻ പരിശ്രമിക്കണം, അവരെ തിന്മയിൽ നിന്ന് മാറ്റാൻ പരിശ്രമിക്കണം. കാരണം ഇത് നിങ്ങളുടെ ദൗത്യമാണ്. ഒരാൾ തെറ്റായി വണ്ടി ഓടിക്കുന്നു, അവരെ ഉണർത്തൽ, അവരോട് കാര്യം പറയൽ നിങ്ങളുടെ ബാധ്യതയാണ്, കർത്തവ്യമാണ്. എന്നാൽ വേറെ ഒന്നുണ്ട്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരോടെങ്കിലും നിരന്തരം ഉപദേശിക്കപ്പെട്ടു, നിരന്തരം കാര്യം ഉണർത്തപ്പെട്ടു, അവർ അവസാനം പറഞ്ഞു എന്നെ ഉപദേശിക്കാൻ ആരും വരണ്ട, ഞാൻ നന്നാവുകയില്ല, പറ്റത്തില്ല എനിക്ക് എന്നല്ല ഉപദേശിക്കുന്നവരെ അവർ ആക്ഷേപിക്കുന്നു, ആക്രമിക്കുന്നു, ദ്രോഹിക്കുന്നു, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നു, ഭർത്താക്കന്മാരെ ദ്രോഹിക്കുന്നു, ഭാര്യമാരെ ദ്രോഹിക്കുന്നു. ഇത്തരം ആളുകളുടെ വിഷയത്തിൽ നമ്മൾ തികഞ്ഞ സൂക്ഷ്മത കാണിക്കണം. അതാണ് ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം. അതുരീദൂന അൻ തഹ്ദൂ മൻ അദല്ലല്ലാഹ്, അല്ലാഹു വഴികെടുത്തിയവരെ സന്മാർഗത്തിലാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു. പിന്നെ വേറൊരു കാര്യം, ഇവരുടെ വിഷയത്തിലും ഈ രണ്ടാമത്തെ വിഭാഗത്തിന്റെ വിഷയത്തിലും നമുക്ക് ദ്രോഹമൊന്നും ഉണ്ടാകാത്ത നിലയിൽ പരിശ്രമിക്കുന്നത് വളരെ ഉയർന്ന കാര്യം കൂടിയാണ്. അതുകൂടി മനസ്സിലാക്കണം. ആരെങ്കിലും തിന്മയിൽ ഉറച്ചു നിൽക്കുന്നു, ദീനിൽ നിന്ന് പിന്മാറി നമ്മൾ അപകടത്തിലൊന്നും പെടാത്ത നിലയിൽ അവർക്കും ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കൽ. ഉദാഹരണത്തിന് കത്തെഴുതാൻ സാധിക്കും, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സന്ദേശങ്ങൾ അയക്കാൻ കഴിയും, അല്ലെങ്കിൽ അവരിൽ സ്വാധീനമുള്ള ആളുകളെ കൊണ്ട് ഉപദേശിപ്പിക്കാൻ കഴിയും. ഇത് വളരെ നല്ല കാര്യമാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കൂട്ടുകാരൻ
മദീന മുനവ്വറയിൽ വന്നു. എന്നിട്ട് അദ്ദേഹം തിരിച്ച് മക്കയിലേക്ക് പോകുകയുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പോകരുത്. കാരണം മദ്യപാനവുമായിട്ട് അദ്ദേഹത്തിന് മുമ്പ് ബന്ധമുണ്ടായിരുന്നു. മദ്യപാനം വളരെ മോശപ്പെട്ടൊരു സ്വഭാവമാണ്. സാഹചര്യത്തിൽ നിന്ന് പരിപൂർണമായി മാറിയില്ല എങ്കിൽ അതിനനുകൂലമായ സാഹചര്യം വരുമ്പോൾ വീണ്ടും അതിലേക്ക് മറിഞ്ഞു വീഴും. അതുകൊണ്ട് നീ പോകരുത്. ഇല്ല, എനിക്ക് പോകണം, എനിക്ക് നാടിനെ പറ്റി ഓർമ്മ വരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു വളരെ വില കൂടിയ വേഗതയുള്ളൊരു വാഹനം കൊടുത്തിട്ട് പറഞ്ഞു, പൊയ്ക്കൊള്ളിൻ, എന്തെങ്കിലും അപകടം കണ്ടാൽ ഉടനെ ഇതിൽ കയറി തിരിച്ചിങ്ങ് വന്നേക്കണം. അദ്ദേഹം മക്ക മുക്കറമയിൽ പോയി കൂട്ടുകാരുമായി കൂട്ടുകൂടി അപകടത്തിൽ വീണു. ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം, അല്ലാഹു കാക്കുമാറാകട്ടെ, എത്ര നല്ല നല്ല ആളുകളെയാണ് അവരുടെ കൂട്ടുകാർ അപകടത്തിൽ കൊണ്ടുപോയത്. ഉമർ റളിയല്ലാഹു തആല അൻഹു എപ്പോഴും ഇതിനെപ്പറ്റി ചിന്തിക്കുമായിരുന്നു. ഒരിക്കൽ പരിശുദ്ധ ഖുർആനിൽ മഹാപാപികളായ ആളുകളോട് തൗബ ചെയ്യാൻ പറയുന്ന ഒരു ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ട പാടെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു കത്തിൽ എഴുതുകയുണ്ടായി. എന്നിട്ട് വേറൊരു കൂട്ടുകാരനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ മക്കാ മുക്കറമയിൽ പോകണം, ഇന്ന വഴിയിലൂടെ ഇന്ന വഴിയിലൂടെ ഇന്ന വഴിയിലൂടെ പ്രവേശിച്ചു പോകുമ്പോൾ അവിടെ കുറെ ആളുകൾ മദ്യപാനം നടത്തി ചീട്ടും കളിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അവരിൽ ഇന്ന രൂപമുള്ളൊരു വ്യക്തിയോട് അദ്ദേഹത്തിന് കൊടുത്തിട്ട് വരണം. ആള് പോയി, അതേ രീതിയിൽ തന്നെ പോയി അദ്ദേഹത്തിനെ കണ്ടുമുട്ടി ആ കത്ത് കൊടുത്തിട്ട് വന്നു. ആ കത്ത് വായിച്ചപ്പോൾ മനസ്സിൽ നിന്ന് വരുന്നതായ വാക്ക് മനസ്സിലേക്ക് പ്രവേശിക്കും. അദ്ദേഹത്തിന് മനസ്സിൽ പരിവർത്തനമുണ്ടായി. അദ്ദേഹം ആ കത്തുമായി മക്കയിലെ മലയിലേക്ക് കയറുന്നു. അത് വായിച്ചുകൊണ്ടിറങ്ങുന്നു, അത് വായിച്ചുകൊണ്ട് കയറുന്നു, വായിച്ചുകൊണ്ടിറങ്ങുന്നു. എന്നിട്ട് അതേ വാഹനത്തിൽ ഇരുന്ന് മദീന മുനവ്വറയിലേക്ക് ഓടി വന്നു. ആൾ വീണ്ടും ഈമാൻ സ്വീകരിച്ചു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നിഷേധത്തിൽ ഉറച്ചു നിൽക്കുന്ന, വാശി പിടിക്കുന്ന, നിങ്ങളെ ഉപദ്രവിക്കാൻ തയ്യാറാകുന്ന, നിങ്ങളെയും കൂടി അങ്ങോട്ടേക്ക് വലിച്ചു ചേർക്കുന്നതായ ആളുകളെ പറ്റിയാണ് ഈ ആയത്തിൽ പറയുന്നത്. പ്രത്യേകിച്ചും അടുത്ത ആയത്തതിന് വ്യക്തവുമാണ്. അതുരീദൂന അൻ തഹ്ദൂ മൻ അദല്ലല്ലാഹു വമൻ യുദ്ലിലില്ലാഹു ഫലൻ തജിദ ലഹു സബീല. ആരെങ്കിലും പടച്ചവൻ വഴികെടുത്തിയാൽ അവനെ നന്നാക്കാൻ നിങ്ങൾക്കൊരു മാർഗവും കാണാൻ സാധിക്കുന്നതല്ല. പടച്ചവൻ ഒരാള് നശിക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ അവരെ രക്ഷിക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ കപടവിശ്വാസികളായ ആളുകൾ, ദീനിൽ നിന്ന് പിന്മാറിയതായ ആളുകൾ, അവരുടെ വിഷയത്തിൽ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണം. ബാക്കി നിങ്ങൾ തികഞ്ഞ ജാഗ്രത കാണിക്കണം. പ്രത്യേകിച്ചും അവരുമായി കൂട്ടുകെട്ടും ബന്ധവും അവരോട് മൃദുലമായ സമീപനവും നടത്തുന്നത് വളരെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അതുരീദൂന അൻ തഹ്ദൂ മൻ അദല്ലല്ലാഹു വമൻ യുദ്ലിലില്ലാഹു ഫലൻ തജിദ ലഹു സബീല.